മനുഷ്യരാശിയുടെ സർഗാത്മകതയും വേഗതയും പുതിയ തലങ്ങളിലേക്ക് എത്തിച്ച സാങ്കേതികവിദ്യയാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്നാൽ ഏതൊരു വിപ്ലവകരമായ മാറ്റത്തിനൊപ്പം ചില ഇരുണ്ട വശങ്ങളും ഉണ്ടാകാറുണ്ട്. AI സാങ്കേതികവിദ്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതാണ്. ഡീപ് ഫേക്കുകൾ, കൃത്യമായ ശബ്ദരേഖകൾ, വ്യാജ വാർത്താ പ്രചാരണങ്ങൾ എന്നിവയിലൂടെ ജനാധിപത്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും അട്ടിമറിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഭാരത സർക്കാർ കൊണ്ടുവന്ന ശക്തമായ ആയുധമാണ് IT അമെൻഡ്മെന്റ് റൂൾസ് 2026. 2026 ഫെബ്രുവരി 20 മുതൽ നിലവിൽ വരുന്ന ഈ ചട്ടങ്ങൾ കേവലം ഒരു നിയന്ത്രണമല്ല, മറിച്ച് ഡിജിറ്റൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു വിപ്ലവകരമായ മാറ്റമാണ്. പുതിയ നിയമ ഭേദഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത AI വഴി നിർമ്മിക്കുന്ന ഉള്ളടക്കത്തെ സിന്തറ്റിക്കലി ജനറേറ്റഡ് ഇൻഫർമേഷൻ എന്ന് തരംതിരിച്ചതാണ്. മുൻപ് ഇത്തരം ഉള്ളടക്കങ്ങളെ വ്യക്തമായി നിർവചിക്കുന്ന ഒരു നിയമ സംവിധാനം നമുക്കുണ്ടായിരുന്നില്ല. ഒരു സോഫ്റ്റ്വെയറോ അൽഗോരിതമോ ഉപയോഗിച്ച് പൂർണ്ണമായോ ഭാഗികമായോ മാറ്റം വരുത്തിയോ നിർമ്മിച്ചതോ ആയ ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ്, ചിത്രങ്ങൾ എന്നിവയാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതായി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വോയിസ് ക്ലോണിംഗ്, ഒരാളുടെ മുഖം മറ്റൊരു വീഡിയോയിൽ ചേർക്കുന്ന ഡീപ് ഫേക്കുകൾ എന്നിവയെ നിയമപരമായി നേരിടാൻ ഇത് സഹായിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ കാട്ടുതീ പോലെയാണ് പടരുന്നത്. ഒരു വ്യാജ വാർത്തയോ അപകീർത്തികരമായ വീഡിയോയോ പ്രചരിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തും. മുൻപ് ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് 36 മണിക്കൂർ സമയം ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ ഏജൻസികളോ കോടതികളോ ആവശ്യപ്പെട്ടാൽ 3 മണിക്കൂറിനുള്ളിൽ പ്രസ്തുത ഉള്ളടക്കം നീക്കം ചെയ്തിരിക്കണം. ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിലും വർഗീയ ലഹളകൾ തടയുന്നതിലും നിർണായകമാകും. ഇതുവരെയും ഇടനിലക്കാർ എന്ന നിലയിലുള്ള നിയമപരിരക്ഷയാണ് ഫേസ്ബുക്കിലും ഗൂഗിളിലും ഇൻസ്റ്റാഗ്രാമിനും ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ ഭേദഗതിയോടെ അവരുടെ ഉത്തരവാദിത്തം വർദ്ധിച്ചു. ഉപഭോക്താക്കൾ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ എന്ന് ചോദിക്കേണ്ട ബാധ്യത പ്ലാറ്റ്ഫോമുകൾക്കുണ്ട്. ഉപയോക്താവ് നൽകുന്ന വിവരങ്ങൾ തെറ്റാണെങ്കിൽ അത് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കണം. ഇത് വ്യാജ അക്കൗണ്ടുകൾ വഴിയുള്ള ഡീപ് ഫേക്ക് പ്രചാരണം തടയാനും സഹായിക്കും. സിന്തറ്റിക് ഉള്ളടക്കങ്ങളിൽ ഇത് AI നിർമ്മാണമാണെന്ന് വ്യക്തമാക്കുന്ന ലേബലുകൾ ഉണ്ടായിരിക്കണം. പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ 10% സ്ക്രീൻ സ്പേസ് വാട്ടർമാർക്കിനായി മാറ്റിവെക്കണമെന്ന കർശന വ്യവസ്ഥ സർക്കാർ ലഘൂകരിച്ചിട്ടുണ്ടെങ്കിലും ലേബലിംഗ് ഒഴിവാക്കാനാവില്ല. പുതിയ IT നിയമം കേവലം പിഴയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഇതിനെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, പോക്സോ എന്നിവയുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കാനോ പ്രചരിപ്പിക്കാനോ AI ഉപയോഗിച്ചാൽ അത് കഠിനമായ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തൽ എന്നിവയ്ക്ക് AI ഉപയോഗിച്ചാൽ പുതിയ നിയമപ്രകാരം അതിശക്തമായ നടപടി ഉണ്ടാകും. സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ ഡീപ് ഫേക്ക് വഴി നിർമ്മിക്കുന്നത് തടയാൻ പ്ലാറ്റ്ഫോമുകൾക്ക് സ്വമേധയാ നടപടിയെടുക്കേണ്ടി വരും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ തടയാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തന്നെ വിവേചനരഹിതമായ ഒരു നിരോധനമല്ല ഈ ചട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോകളിലെ ശബ്ദങ്ങളിലെ ഇരച്ചിൽ മാറ്റുക, ചിത്രങ്ങളിലെ നിറങ്ങൾ ക്രമീകരിക്കുക തുടങ്ങിയ സാധാരണ എഡിറ്റിംഗ് പ്രക്രിയകളെ ഈ നിയമം ബാധിക്കില്ല. സർഗാത്മകമായ കലാരൂപങ്ങളെയും സിനിമകളെയും നിയമത്തിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് തന്നെ വഞ്ചനാപരമായ നീക്കങ്ങളെയാണ് നിയമം ലക്ഷ്യം വെക്കുന്നത്. പുതിയ ചട്ടപ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഓരോ 3 മാസത്തിലും തങ്ങളുടെ ഉപയോക്താക്കൾക്ക് നിയമങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണം. ഏതൊക്കെ തരത്തിലുള്ള പോസ്റ്റുകൾ ശിക്ഷാർഹമാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഉപയോക്താക്കളെ നിരന്തരം ബോധ്യപ്പെടുത്തുന്നത് വഴി സൈബർ സാക്ഷരത വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നിയമങ്ങൾ കടലാസിൽ ഉണ്ടെങ്കിലും അവയുടെ നടപ്പാക്കൽ വെല്ലുവിളി നിറഞ്ഞതാണ്. വാട്സപ്പ് പോലുള്ള എൻക്രിപ്റ്റഡ് പ്ലാറ്റ്ഫോമുകളിൽ ഉള്ളടക്കത്തിന്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തുന്നത് സ്വകാര്യത തർക്കങ്ങൾക്ക് വഴിമാറാം. ഇന്റർനെറ്റിന്റെ അതിരുകൾ ഇല്ലാത്തതിനാൽ വിദേശത്തു നിന്നും നിയന്ത്രിക്കപ്പെടുന്ന വ്യാജ പ്രചാരണങ്ങളെ തടയാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണവും ആവശ്യമാണ്. സാങ്കേതികവിദ്യ ഒരു നല്ല ഭൃത്യനും എന്നാൽ മോശം യജമാനനുമാണ്. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. AI തട്ടിപ്പുകാരുടെയും ഡീപ് ഫേക്ക് മാഫിയകളുടെയും അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ നിയമ ഭേദഗതികൾ ഇന്ത്യയെ ഒരു ഡിജിറ്റൽ സുരക്ഷയുടെ ആഗോള മാതൃകയാക്കി മാറ്റും. സാങ്കേതിക വിദ്യയുടെ സർഗാത്മകത നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ ദുരുപയോഗം തടയുന്ന ഈ സന്തുലിത സമീപനം ഓരോ ഇന്റർനെറ്റ് ഉപയോക്താവിനും കൂടുതൽ സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ലോകം വാഗ്ദാനം ചെയ്യുന്നു. നിയമങ്ങൾ കർശനമാകുന്നതോടെ സോഷ്യൽ മീഡിയയിലെ അരാജകത്വത്തിന് അറുതി വരുമെന്നും ഉത്തരവാദിത്തമുള്ള ഒരു ഡിജിറ്റൽ പൗരസമൂഹം വളർന്നു വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.